ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു സർപ്രൈസിങ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ് ഇന്ന്. കാരണം ഇന്ന് ഉമ്മാൻ്റെ 32ാമത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞങ്ങൾ മക്കളൊക്കെ കൂടി ചെറുതായിട്ട് അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. സെലിബ്രേഷനായിട്ടൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു കേക്ക് കട്ടിങ്ങും പിന്നെ അവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇതുവരെ ഞങ്ങൾ അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഒന്നാമത് കാക്കി അനിയനൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ അതൊരു രസമാണ്. ഇത് ഓലാരും ഇല്ലാതെ നമ്മൾ മാത്രം ചെറുതായിട്ട് അങ്ങനെ ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടോ കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചുരിദാറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ചുരിദാറും ഒരു മാക്സി എടുത്തെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ചുരിദാറൊക്കെ കുറേ നോക്കി ഒക്കെ സെലക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെറിയൊരു സാധനം എടുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. പിന്നെ അക്ഷയയിൽ പോകാനുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. അതിനും കൂടിയൊക്കെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അങ്ങനെ പിന്നെ ഇപ്പാക്ക് ഷർട്ടും പാൻറ്റും ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതും സെലക്റ്റാക്കി വെച്ചു. നമുക്ക് അറിയില്ല എങ്ങനെയാണ് അവർക്ക് സൂട്ടാവോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഏതായാലും എടുത്തിട്ടുണ്ട്. ഇനി പറ്റൂലെങ്കിൽ മാറ്റി കൊടുക്കാമല്ലോ. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആളെ കൊണ്ട് പോവുകയാണെങ്കിൽ തന്നെ ഒരുപാട് തവണ ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ അല്ലേ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമല്ലേ എടുക്കുള്ളൂ. ഇതിപ്പോൾ ആരുമില്ലാതെ അവരൊന്നും ഇല്ലാതെ നമ്മൾ എടുത്ത് കൊടുക്കില്ല. അപ്പോൾ ചിലപ്പോൾ സൈസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു എന്ന് വരാം. അങ്ങനെ വന്നാൽ മാറ്റി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ നമ്മളതൊക്കെ എടുത്തിട്ട് നേരെ കുഞ്ഞാമാൻ്റെ വീട്ടിലാണ് കൊണ്ടുപോയി വെച്ചത്. അല്ലാതെ അതുകൊണ്ട് വീട്ടിൽ പോകാൻ വയ്യല്ലോ. അപ്പം എൻ്റെ കുഞ്ഞാമാൻ്റെ വീട്ടിൽ, അതായത് എളാപ്പാൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് പിന്നെ വെഡിങ് ആനിവേഴ്സറിൻ്റെ തലേ ദിവസം അവിടെ പോയി കൊടുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് 2 റോസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി കുഞ്ഞാമാൻ്റെ വീട്ടിൽ പോയി. ഇല്ലാത്ത നേരത്ത് കുഞ്ഞാമാൻ്റെ വീട്ടിൽ പോയി അതൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ നേരെ മീനുൻ്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ രാത്രി അവളെ റൂമിൽ നിന്ന് അതെടുത്ത് ഞാൻ എൻ്റെ റൂമിൽ കൊടുന്നു. എന്നിട്ട് പിന്നെ അത് ഒന്നും കൂടി ആ ഒരു റെഡ് കളർ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ റെഡ് കളർ പേപ്പർ വെച്ചിട്ട്, ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് അതൊന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അവരൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ്, കിടക്കാൻ പോയതിന് ശേഷമാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഫോട്ടോ ഫ്രെയിം പിന്നെ ഞങ്ങൾ 2 ദിവസം മുന്നേ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് എടുക്കുന്നതിന് മുമ്പേ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസമായി ഓല് പുറത്ത് പോയിന് വീണ്ടും. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു കേക്ക് ഷോപ്പിൽ പോയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ടോ. എന്നിട്ട് പിന്നെ ഇതെപ്പോഴാണ് കൊടുക്കുക എന്നുള്ള ഒരു ടെൻഷനായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇപ്പം രാത്രിയാണിത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോഴാണ് 2 ആളും കൂടി ഒരുമിച്ച് കിട്ടിയത്. ഇപ്പോൾ പുറത്ത് പോയതുകൊണ്ട് അതിന് വൈകുന്നേരം ഒന്നും കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇമ്മ പിന്നെ ഇമ്മി സിറ്റ് ഔട്ടിൽ പോയിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ടേബിളൊക്കെ പിടിച്ചു കൊടുത്തിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചത്. ശരിക്കും അവർക്കിതൊരു സർപ്രൈസ് ആയിട്ടോ. കാരണം ഈ 32 വർഷത്തിനിടക്ക് ഒരിക്കൽ പോലും ഞങ്ങളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഒരു വട്ടം കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഇപ്പോൾ ഗൾഫിലാണ്, ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നിർബന്ധത്തിൽ അങ്ങനെ കേക്ക് കൊടുന്ന് കട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു, ഉമ്മാക്കും ഉപ്പാക്കും. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായിട്ടോ. കാക്കാക്കും അനിയനൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്ത് അവരും കണ്ടിട്ടുണ്ടായിരുന്നു. കാക്കാനും കിട്ടിയില്ല കോളിൽ, അനിയന് അഫ്സൽ കോളൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നമുക്ക് മനസ്സ് നിറഞ്ഞു കേട്ടോ അവരുടെ സന്തോഷം കണ്ടപ്പോഴും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോളി. പോയതുന്നാ
തുടർന്നോളി. ചുരിദാറോ ചുരിദാറിട്ട വലിയ കോളി ഒക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ മാറ്റാം, ബില്ലൊക്കെ ഉണ്ടല്ലോ. വെൽക്കം. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. അവരും അതേപോലെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പം ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ നേരിട്ട് കണ്ട് സന്തോഷിക്കാൻ കാക്കയും അനിയനും അഫ്സലും ഇവിടെ ഇല്ലാതായിപ്പോയി. നല്ല സാരമില്ല, ഇൻഷാ അല്ലാ അവർ അവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ട് അവർ സന്തോഷിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾക്ക് അല്ലാഹ് ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആമീൻ. അപ്പം ഇൻഷാ അല്ലാ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.